ഇവിടെ നാം വായിക്കുന്നു, അവർ കനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. CFCയിൽ നമ്മൾ വളരെ ഉയർന്ന നിലവാരമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ അതിൻ പ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ ശരിയായ രീതിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. നീ പ്രസംഗിക്കുന്നു, നീ സ്ത്രീകളെ മോഹിക്കരുത്, നീ കോപിക്കാൻ പാടില്ല, എന്നാൽ നിന്റെ ജീവിതത്തിൽ അതില്ല. നീ അങ്ങനെ പ്രസംഗിക്കുമ്പം ഭാരമുള്ള ഒരു ചുമട് നീ ആളുകളുടെ മേൽ വെക്കുകയാണ്. സാധുവായി നിഷ്കളങ്കനായി അവിടെ ഇരിക്കുന്ന ആൾ അവൻ പറയും, സഹോദര, നീ മത്തായിയുടെ 5-ാം ലേഖനത്തിൽ നിന്ന് നീ എന്നെ അത് കാണിച്ചു തന്നല്ലോ, ഇതിനെന്ത് ഭാരമാണ്. നീ പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ നിന്നല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന് സാക്ഷ്യം നിൽക്കില്ല. നീ പറഞ്ഞത് ഗിരിപ്രഭാഷണത്തിൽ നിന്ന് എടുത്താണെങ്കിലും അവിടെ സഭ പണിയാൻ നിനക്ക് കഴിയില്ല. തീ അവിടെ കാണില്ല. നീ ഒരു ക്രമം കൊണ്ട് പണിയാൻ ശ്രമിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും മരണമായിരിക്കും. മോശ പണിത ആ സമാഗമനം കൂടാരം പോലെ ഫെലിസ്ത്യരും ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്ന ആ ചുമടുകൾ അവർ തൊട്ടു നോക്കുന്ന പോലുമില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നില്ല. എന്നാൽ സഭയിൽ ഈ ഉയർന്ന നിലവാരം പ്രസംഗിക്കുന്നു. ക്രിസ്ത്യ ലോകം മുഴുവൻ ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നത്. ഇവിടെ വന്ന് ഉയർന്ന നിലവാരം പഠിച്ച് പോയി മറ്റൊരിടത്ത് അത് പ്രസംഗിച്ചാൽ സഭ പണിയപ്പെടുമെന്നില്ല. അത് ഒരു ജീവിതത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ഞാൻ തോറ്റുപോയ വർഷങ്ങളെ എനിക്ക് ഓർമ്മയുണ്ട്. ഇത്രമാത്രം ഞാൻ പരാജയപ്പെട്ടു. CFC തുടങ്ങുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനൊരു വലിയ കപടഭക്തനാണ്. ഞാനിന്ന് പൂർണ്ണസമയ ശുശ്രൂഷ ചെയ്യുകയാണ്. എനിക്ക് തോന്നി ഈ ക്രിസ്തീയ ശുശ്രൂഷ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് വിട്ടുകളയണമെന്ന്. പ്രസംഗിക്കുന്ന അവസാനിപ്പിക്കാൻ. ഞാൻ ക്രിസ്ത്യാനിയായി തുടരും. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എന്നാൽ ഞാനൊരു സഭയുടെ ഏറ്റവും പുറകിൽ പോയിരിക്കുന്നു. ഇനി ഒരിക്കലും പ്രസംഗിക്കത്തില്ല. എൻ്റെ ജീവിതവും സംസാരവും ഒരുപോലെ ആകുന്നതുവരെ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനതിന് തയ്യാറാണ്. എനിക്ക് വിഷയമല്ല. ആളുകൾ പറയാം, ഒരുപക്ഷെ സാഗ്ബർ പിന്മാറിപ്പോയി, മുഴുവൻ സമയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് അവനിപ്പോൾ പിന്മാറിപ്പോയി, ഇപ്പോൾ അവനൊരു സാധാരണ ജോലിക്ക് പോകുന്നു, ഇപ്പോൾ പ്രസംഗമൊന്നുമില്ല, ഏതോ സഭയുടെ പുറകിൽ പോയിരിക്കുകയാണ്. നിങ്ങൾ സാഗ്ബറിനെ പോലെ ഒരു പിന്മാറ്റക്കാരനാകരുത്. ശരി, അതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യം വേണം. ഞാൻ ഈ ശുശ്രൂഷയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. നീ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ ചിന്താ ജീവിതത്തിലും ഉണ്ടാകണം. എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, അതെല്ലാം അങ്ങനെ ആകുന്നില്ലെങ്കിൽ അതേപ്പറ്റി എനിക്ക് പറയണ്ട. ആ വിഷയത്തെപ്പറ്റി ഒട്ടും. നിങ്ങൾക്കറിയാലോ, നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാതെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. നീ ചെയ്യാത്തത്, ഞാനത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമാണെന്ന് കർത്താവ് കണ്ടു. ഞാൻ ഏറ്റവും താഴ്ചയിലെത്തിയിരുന്നു. അപ്പോൾ കർത്താവ് എന്നെ ആത്മാവ് കൊണ്ട് നിറയ്ക്കുക എൻ്റെ ജീവിതം മാറ്റുകയും ചെയ്തു. ആദ്യത്തെ സഭ പണിയപ്പെട്ട് 120 പേർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോഴാണ്. അവരെന്തോ പുതിയ ഉപദേശം പഠിക്കായിരുന്നില്ല. അവരൊരു കോൺഫറൻസിൽ പോയി എങ്ങനെ പുതിയ നിയമസഭ പഠിക്കാമെന്ന് പഠിക്കുകയല്ലായിരുന്നു. അവർക്കൊന്നും അറിയില്ലായിരുന്നു. അവരാത്മാവ് കൊണ്ട് നിറഞ്ഞു. അവരുടെ ജീവിതം മാറി. അവർ തീ പിടിച്ചവരായി. തീ ഉണ്ടെങ്കിൽ അത് മറഞ്ഞിരിക്കുകയില്ല. ദൂരെ നിന്ന് നോക്കിയാൽ തീയുടെ ഒരു ചിത്രവും തീയാണെന്ന് തോന്നും. എന്നാൽ അടുത്ത് ചെന്നാൽ ചൂടോ വെളിച്ചമോ ഇല്ല. പല സഭകളും തീയെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ചൊക്കെ പറയും. അവിടെ ഒരു ചൂടോ ഒരു വെളിച്ചമോ ഒന്നുമില്ല. അനേക വിശ്വാസികൾ CFC സഭ വന്ന ശേഷം ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായിട്ടാണ് ജീവിക്കാറെന്നൊക്കെ പറയാറുണ്ട്. സഹോദര, നിൻ്റെ ജീവിതത്തിലല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ശരിക്കും ആ സഭ പണിയണമെങ്കിൽ, നമുക്കതിൻ്റെ 3-ാം നില പണിയണമെങ്കിൽ, നമ്മൾ 1-ാം നിലയെപ്പറ്റിയും 2-ാം നിലയെപ്പറ്റിയും 3-ാം നിലയെപ്പറ്റി സംസാരിച്ചു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൽ നിറയുക. നമ്മൾ കണ്ടു, നമ്മുടെ കുടുംബം നമുക്ക് പണിയണമെങ്കിലും നമ്മൾ ആത്മാവ് കൊണ്ട് നിറയണം. എന്നിട്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും ഇവിടെയും ഇതുപോലെ തന്നെയാണ്. നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. എല്ലാത്തിൻ്റെയും രഹസ്യം അതാണ്. ദൈവത്തോട് ചോദിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. കർത്താവെ, എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എനിക്ക് നിന്നിൽ നിന്ന് ഉറപ്പ് കിട്ടണം. ഏതെങ്കിലും മനുഷ്യനല്ല, സഹോദര, നീ അഭിഷേകം പ്രാപിച്ചിരിക്കുമെന്ന് പറയേണ്ടത്. എനിക്കതിനകത്ത് താല്പര്യമില്ല. രക്ഷയുടെ കാര്യത്തിലും ഇതാണ്. മറ്റൊരു മനുഷ്യനല്ല പറയേണ്ടത്, സഹോദര, നീ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അവൻ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? എന്നിട്ട് നിങ്ങൾ നരകത്തിൽ എത്തിച്ചേർന്നാൽ. പരിശുദ്ധാത്മാവാണ് ഞാൻ വീണ്ടും ജനിച്ചവെന്ന് എന്നോട് സാക്ഷ്യം പറയേണ്ടത്. 5-6 വർഷം ഞാൻ ഈ കാര്യത്തിൽ സംശയമുള്ളവനായിരുന്നു. ഞാൻ ഒരിക്കലും അംഗീകരിച്ചില്ല. എന്നാൽ ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞു, യേശു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. വചനത്തിൽ കൂടെ, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമല്ല കേട്ടത്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല. ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഒരു ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്കുള്ളതാണ്. ഒരു നങ്കൂരമിടുന്നത് പോലെ എൻ്റെ ജീവിതം വ്യത്യാസപ്പെട്ടു. 64 കൊല്ലം മുമ്പ് ഒരിക്കലും ഞാൻ പിന്മാറിയില്ല. ഈ ഉറപ്പിൽ നിന്ന്
മറ്റു പല കാര്യങ്ങളും എനിക്ക് ഉയർച്ച കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് എന്നെ സ്വീകരിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു. അനേക വർഷത്തിന് ശേഷം ഇതുപോലെ തന്നെ ഒരു ദിവസം പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നു. അവൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചെന്നുള്ള ആ ബോധ്യം. അന്നാണ് ആത്മാവിൽ ഞാൻ നിറഞ്ഞത്. അത് സംഭവിച്ചത് 1975 അതിലെനിക്കൊരു സംശയമില്ല. ആ വഴിയിൽ ഞാൻ തുടർമാനം ജീവിക്കേണ്ടതുണ്ട്. സഹോദരീ സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത്. നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്ന എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവിൽ നിങ്ങളൊരു ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നിങ്ങളൊരു വാക്യം വായിച്ചിട്ട് നിങ്ങളത് അവകാശപ്പെടും. അത് അവകാശപ്പെടുന്നതുകൊണ്ട് അത് പ്രവർത്തിക്കണമെന്നില്ല. പിന്നെന്താ കാര്യം? അതുകൊണ്ട് നിങ്ങൾ വചനത്തിൽ വായിക്കുന്നതൊക്കെ നിൻ്റെ ജീവിതത്തിൽ അത് സത്യമാകണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയുക, കർത്താവെ അതെൻ്റെ ജീവിതത്തിൽ സത്യമാക്കണേ. അതിൻ്റെ ഉറപ്പ് നീ എനിക്ക് തരണം. ഒരു മനുഷ്യനെയും നല്ലത് എനിക്ക് വേണ്ടിയത്. ഒരു പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ, ഒരിക്കലും അവരല്ല പറയേണ്ടത്. ആത്മീയമായ ഒരു കാര്യത്തിൻ്റെ ഉറപ്പ് ഒരു മനുഷ്യനെയും നല്ല നിങ്ങൾ പ്രാപിക്കേണ്ടത്. എന്താണ് അതിൻ്റെ ആവശ്യം? പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലുണ്ട്. പരിശുദ്ധാത്മാവിന് നിന്നെ വസിക്കാൻ കഴിയും. നിങ്ങൾ ഈ വാക്യം നോക്കിയേ. റോമാലേഖനം 8 കാണുന്ന റോമാലേഖനം 8 16 വാക്യം. മനോഹരമായൊരു വാക്യം. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് പരിശുദ്ധാത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അത് പ്രാപിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ, സാക്ഷ്യമെന്ന് പറഞ്ഞാൽ കോടതി പറയുന്നതാണ്. നിങ്ങളവിടെ ചെന്ന് കൈപൊക്കി സാക്ഷ്യം പറയുന്നു. ഞാൻ ഇന്നാരിന്നാരാണ് ദൈവവചനത്തിൽ കൈവച്ച് ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവോട് സാക്ഷ്യം പറയുകയാണ്, നീ ഒരു ദൈവവൈതലാണ്. നീ ആരുമാകട്ടെ, നിൻ്റെ പ്രായം എന്തുമാകട്ടെ, ഈ ഉറപ്പ് ലഭിക്കുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കരുത്. ഇവിടെ ആരുടെയും വിശ്വാസത്തെ ഉലയ്ക്കാനല്ല ഞാൻ നോക്കുന്നത്. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഉറപ്പ് ലഭിക്കാത്ത പലരും കുറച്ച് നാൾ കഴിയുമ്പോൾ സംശയിക്കാൻ തുടങ്ങി, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണ്. കാരണം ആരോ അവരോട് പറഞ്ഞു നീ രക്ഷിക്കപ്പെട്ടതാണ്. അതിൽ തൃപ്തനായിരിക്കരുത്. നീ ഒരു ദൈവവൈതലാണെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ പറയും ശരിക്കും നീ ആണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സാക്ഷ്യം പറയും. അതിൽ എനിക്കൊരു സംശയവുമില്ല. അതിന് പല വർഷങ്ങളെടുത്തെങ്കിലും അവസാനം പരിശുദ്ധാത്മാവിന് ഞാനത് കേട്ടു. നിശ്ചയമായിട്ടും നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ശരിയായ നോട്ടാണെങ്കിൽ, US ഇവിടുത്തെ ഫെഡറൽ ബാങ്കോ മറ്റോ ആണല്ലോ അത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതൊരു ശരിയായ കറൻസി നോട്ടാണ്. ധാരാളം വ്യാജ നോട്ടുകളുണ്ട് ലോകത്തിലുള്ള എല്ലാ നോട്ടുകൾക്കും. യഥാർത്ഥ നോട്ടാണ് എനിക്ക് വേണ്ടി. കുറേ കള്ളനോട്ട് വെച്ച് ഞാൻ ധനികനാണെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ ഞാനൊരു ദൈവവൈതലാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാവരോടും പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് ഞാൻ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞപ്പോഴും. ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം കൊണ്ടോ അതൊക്കെ വ്യാജമാകാം. പരിശുദ്ധാത്മാവ് ഉറപ്പ് തരട്ടെ. അതുപോലെ എനിക്കെങ്ങനെ അറിയാം ഞാൻ ആത്മാവുണ്ടെന്ന് അറിഞ്ഞെന്ന്? യേശു എന്താ പറഞ്ഞെന്ന് ഞാൻ പറയാം. പല സഭകൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ മറന്നു കളയുക. യേശു തന്നെ എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ആരംഭത്തിൽ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, അവൻ അവരോട് അവിടെ ആ യെരുശലേമിൽ കാത്തിരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:4 വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ. അപ്പോസ്തലപ്രവൃത്തി 1 വാക്യം. എങ്ങനെയാണ് സഭ പണിയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ആ 3 നില. അവൻ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് അവരുടെ വന്നപ്പോൾ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് വന്ന് ആളുകളുടെ ഉള്ളിൽ താമസിച്ചത്. അതിനു മുമ്പ് പഴയ നിയമകാലത്ത് അവരുടെ മേലെയാണ് പരിശുദ്ധാത്മാവ്. മേലെ എന്നാൽ ആദ്യമായിട്ട് അവരുടെ ഉള്ളിൽ വരുന്നത്. പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനായിട്ടാണ് യേശു ജീവിച്ചത്. എന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ പ്രിയ ശിഷ്യന്മാരെ, ഇത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരും. അവരങ്ങനെ കാത്തിരുന്നു. നിങ്ങളെ യോഹന്നാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. സ്നാനം എന്ന വാക്കിനേക്കാൾ മുക്കുക എന്നുള്ള വാക്കാണ് ശരിയായ വാക്ക്. ബാപ്റ്റൈസ് ഒരു ഗ്രീക്ക് പദമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമ്പോൾ എന്തിനാണ് ഗ്രീക്ക് വായിക്കുന്നത്? ഞാൻ ഇങ്ങനെ അത് വായിക്കാം. യേശു പരിശുദ്ധാത്മാവിൽ മുങ്ങി. ബാപ്റ്റൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം, ഞാനൊരു ബക്കറ്റിലെ വെള്ളത്തിൽ എൻ്റെ കൈ മുക്കിയാൽ അവർ പറയും അവൻ്റെ കൈ അവൻ ബാപ്റ്റിസം ചെയ്തു. ആ ബക്കറ്റിൽ. അതാണ് ഗ്രീക്ക് പദം. യോഹന്നാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കി.
എന്നാൽ പരിശുദ്ധാത്മാവിൽ അവൻ നിങ്ങളെ മുക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് അവനിങ്ങനെ പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുമ്പം എനിക്കൊരു രാജ്യം കിട്ടുമോ? എനിക്ക് സഭയിലെ ഒരു അധികാരം കിട്ടുമോ? എൻ്റേതായ ഒരു രാജ്യം? അല്ലല്ലല്ലല്ല, അത് ദൈവത്തിന് വിടുക. എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. യേശു പറഞ്ഞതാണ്. നമുക്കും പലപ്പോഴും ഒരു പുതിയ രാജ്യം കിട്ടാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അന്വേഷിക്കാം. ഒരു വലിയ പ്രസംഗകനാകാൻ, ഒരു സഭ സ്ഥാപിച്ച് നമുക്കൊരു പേരുണ്ടാക്കാൻ. അതാണ് രാജ്യം എന്ന് പറഞ്ഞാൽ. അവർ ചോദിച്ചോ അതാണ്. കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവിനകത്ത് നിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണോ? മറന്നു കളയുക. യേശു അതല്ല ഇവിടെ പറയുന്നത്. എന്നാൽ അതിലും മെച്ചപ്പെട്ട ഒരു കാര്യം, 8ാമത്തെ വാക്യം, ശക്തി ലഭിക്കും. അന്യഭാഷയല്ല, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്തിനുള്ള ശക്തിയാണ്? എൻ്റെ സാക്ഷിയാകാനുള്ള ശക്തി.